കേരള സർക്കാർ PSCയുടെ പ്രായപരിധി ഉയർത്തി. 4 വർഷം വീതമാണ് പ്രായപരിധിയിൽ വർധനവ് വരുത്തിയിരിക്കുന്നത്. അത് എല്ലാ വിഭാഗത്തിനും ആ വർധന വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം PSCയിലൂടെ ജോലി കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. PSCയുടെ പ്രായപരിധി ഉയർത്തിയത് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. പക്ഷേ ജോലി കിട്ടുന്നില്ലെങ്കിലോ? 36 വയസ്സ് വരെ അല്ലെങ്കിൽ 37 വയസ്സ് വരെയൊക്കെ ജോലി കാത്തിരുന്ന് പിന്നീട് കൂലിവേലയ്ക്കോ മറ്റു തരത്തിലേക്കോ ഒക്കെ ഗതികെട്ടിറങ്ങിപ്പോകുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുണ്ടായിരുന്നത്. അപ്പോൾ ആ പ്രായപരിധി എത്തുന്നിടം വരെ ഇതും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴുള്ളതെങ്കിൽ ഇനിയിപ്പോൾ ഒരു 4 കൊല്ലം കൂടി ഇരുന്ന് കാത്തിരിക്കണം. 4 കൊല്ലം കൂടി പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന് അത്രയും കൂടെ ജീവിതത്തിന്റെ പ്രാരാബ്ധവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇത് ഏറെ ദുഃഖകരമായ ഒരവസ്ഥയാണ്. കേരളത്തിലെ PSC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു വെള്ളാനയായി തന്നെ മാറിയിരിക്കുകയാണ്. വെറും PSC അംഗങ്ങളുടെ നിയമനത്തിനു വേണ്ടിയുള്ള PSC അംഗങ്ങളായി കുറെ രാഷ്ട്രീയ നിയമനങ്ങൾ, അങ്ങനെ കുറെ പേര് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് അവർക്ക് പിന്നെ പെൻഷൻ കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു സംവിധാനം എന്നതിനപ്പുറത്തേക്ക് എന്താണ് ഇതിന് കൃത്യമായ ഒരു പ്രയോജനമുള്ളത്? ഈ PSC മെമ്പർമാർ തന്നെ ഏകദേശം 22ഓളം അംഗങ്ങളാണുള്ളത്. ഓരോരുത്തരുടെയും ശമ്പളങ്ങൾ ലക്ഷങ്ങളാണ്. ഈ അടുത്ത സമയത്ത് തന്നെ ഒരു വർധനവ് വരുത്തി. അത് കുറച്ചൊന്നുമല്ല, ലക്ഷങ്ങളുടെ വർധനവാണ് ഓരോരുത്തർക്കും വരുത്തിയത്. ഇത് കേരളത്തിൽ മാത്രമുള്ള ഒരു സ്ഥിതിവിശേഷമാണ്. കേരളത്തെക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഒരു സംസ്ഥാനമാണ് UP. എത്രയോ മടങ്ങ് ആളുകളുള്ള ഒരു സംസ്ഥാനമാണ്. അവിടെ എൻ്റെ അറിവിൽ 5 PSC ആണുള്ളത്. അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ, തമിഴ്നാടായിരുന്നാലും ആന്ധ്രാപ്രദേശ് ആയിരുന്നാലും കർണാടകമായിരുന്നാലും അവിടെ എല്ലാം വളരെ കുറഞ്ഞ അംഗങ്ങൾ മാത്രമേ PSC മെമ്പർമാരായിട്ടുള്ളൂ. ഇവിടെയുള്ളത് 22 പേരാണ് ഈ ഒരു ചെറിയ സംസ്ഥാനത്തിൽ. അതും തന്നെ കൃത്യമായി ആളുകൾക്ക് തൊഴിൽ കൊടുക്കുവാനുള്ള സംവിധാനം ഒരുങ്ങുന്നതുമില്ല. എഴുതുന്ന റാങ്ക് ലിസ്റ്റുകളെല്ലാം തന്നെ എക്സ്പയർ ആയി പോവുകയാണ്, ഒരാളിനെ പോലും നിയമിക്കാത്ത വിധത്തിൽ. അതുപോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. താൽക്കാലിക ജീവനക്കാരായി അവരെ എടുത്തുകൊണ്ട് പിന്നീട് സർക്കാരിൻ്റെയൊക്കെ കാലാവധി അവസാനിക്കുമ്പോൾ പുതിയ ഇലക്ഷനെ നേരിടേണ്ട ഒരവസ്ഥ വരുമ്പോൾ അവരെയൊക്കെ സ്ഥിരം തൊഴിലാളികളായിട്ടല്ലെ സ്ഥിരം ജീവനക്കാരായി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു സംവിധാനം. അതാണ് ഇപ്പൊ കണ്ടുപിടിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഏർപ്പാട്. ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ഹൈക്കോടതി തന്നെ ഈ രീതിയിലുള്ള താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്ന സംഭവം സ്റ്റേ ചെയ്തിട്ടുണ്ട് ഈ സമീപ ദിവസങ്ങളിലായി. അപ്പോൾ സമൂഹത്തിന് വെറും ഒരു ബാധ്യതയായി മാത്രം മാറുകയാണ് ഈ PSC എന്ന് പറയുന്ന സംവിധാനം. അതിൻ്റെ ഈ പ്രായപരിധി ഇപ്പോൾ വർദ്ധിപ്പിച്ചത് ഇലക്ഷൻ പ്രമാണിച്ചാണ്. നിലവിലുള്ള സർക്കാർ ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. അവിടെ കുറെ ഉദ്യോഗാർത്ഥികളുടെ സപ്പോർട്ട് കിട്ടണം എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കാം ഇത് ചെയ്തത്. പക്ഷേ ഉദ്യോഗാർത്ഥികൾ നിരാശരാണ്. അവർ കഷ്ടപ്പെട്ട് പഠിച്ച് ബുദ്ധിമുട്ടി അവർ മറ്റെവിടെങ്കിലും ചെറിയ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തുമൊക്കെയാണ്
PSC പരീക്ഷയ്ക്ക് തയ്യാറാവുന്നത്. ആ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാലോ, ഒന്നാം റാങ്ക് ആയാൽ പോലും അവർ നിയമനം കിട്ടാതെ ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുടെ അവസാന ദിവസം വരെ കാത്തിരുന്ന് നിരാശരാകുന്ന ഒരവസ്ഥയാണ് ഈ കേരളത്തിൽ നടമാടുന്നത്. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ SC/ST വിഭാഗത്തിന്റെ റാങ്ക് ലിസ്റ്റ് അതിന്റെ കാലാവധി കഴിഞ്ഞ് അതിൽ ഒരു നിയമനവും കിട്ടാത്ത ഉദ്യോഗാർത്ഥികൾ കോഴിക്കോട്ട് കടപ്പുറത്ത് വന്ന് അവരുടെ ആ റാങ്ക് ലിസ്റ്റ് വെള്ളത്തിൽ, കടലിൽ ഒഴുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. എത്രത്തോളം ഹൃദയഭേദകമായ ഒരവസ്ഥയാണത്. കഷ്ടപ്പെട്ടു പഠിച്ച് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പോലും കാത്തിരുന്ന് അവസാന നിമിഷം ആ റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ആകുന്ന ആ ഒരവസ്ഥയിൽ നിരാശരായി മടങ്ങി വരുന്ന ഒരു കാഴ്ച, ആ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു കാഴ്ച ഒന്ന് കണ്ടു നോക്കൂ. 70ഓളം പേരാണ് ഇവിടെ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. LP/STA റാങ്ക് ലിസ്റ്റിന്റെ 9 മാസമാണ് അപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒരു നിയമനം പോലും 8 ജില്ലകളിൽ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ പ്രതീകാത്മകമായി ഈ റാങ്ക് ലിസ്റ്റ് കടലിൽ ഒഴുക്കിക്കൊണ്ട് അവർ പ്രതിഷേധിക്കുന്നത്. ലിസ്റ്റ് വന്നിട്ട് ഏകദേശം 9 മാസത്തോളമായി. ഇതുവരെ 1ാം റാങ്കും 3ാം റാങ്കും അടക്കം പുറത്താണ് നിൽക്കുന്നത്. മൊത്തം 15 ആൾക്കാർ ഞങ്ങളുടെ ലിസ്റ്റിൽ തന്നെ പുറത്താണ് നിൽക്കുന്നത്. അതേപോലെ കഴിഞ്ഞ ലിസ്റ്റിലുള്ള പാട്ടുകൾ വന്നതും ചെറിയൊരു ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന്. അപ്പോൾ അവരെയും കൂടി നിയമനം കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പുതിയൊരു നിയമനം ലഭിക്കുകയുള്ളൂ. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അപ്പോൾ ഇതിങ്ങനെ 1-2 പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകുന്നത് നമുക്ക് സഹിക്കുന്നില്ല. കാരണം ഞങ്ങളൊക്കെ കുടുംബത്തിന്റെ ആശ്രയരായ ആൾക്കാരാണ്. അപ്പോൾ ഇത് നഷ്ടപ്പെട്ടു പോകുന്നത് ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ ഞങ്ങൾക്കില്ല. അപ്പോൾ ഞങ്ങൾ പ്രതിഷേധങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് PSC പരീക്ഷ എഴുതി. ആ പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ മലപ്പുറത്തുകാരി M റഷീദ എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ ദയനീയ അവസ്ഥ നമ്മളെ എല്ലാം ദുഃഖിപ്പിക്കും. അവൾ പഠിച്ചു വന്ന എല്ലാ പരീക്ഷകളിലും റാങ്ക് മേടിച്ച കുട്ടിയാണ്. 1ാം റാങ്കുകാരിയാണ്. സ്കൂൾ ക്ലാസ്സുകളിലായാലും അതുപോലെ തന്നെ ഡിഗ്രി ക്ലാസ്സുകളിലും എല്ലാം തന്നെ റാങ്ക് മേടിച്ചു വന്ന ആ കുട്ടി PSC പരീക്ഷയിലും അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് എഴുതിയ ആ റാങ്ക് ലിസ്റ്റിലെ 1ാം റാങ്കുകാരിയാണ്. അവൾക്കും ആ ജോലി ലഭിച്ചില്ല. ആ റാങ്ക് ലിസ്റ്റ് ലാപ്സായി പോവുകയും ചെയ്ത ഒരവസ്ഥ. അവളുടെ ആ ഒരു ദയനീയമായ വാക്കുകൾ നമുക്ക് കേൾക്കാൻ തന്നെ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കുക. 1ാം റാങ്ക് കിട്ടിയിട്ട് പോലും നിയമനം കൊടുക്കാൻ കഴിയില്ലെങ്കിൽ എന്താ പിന്നെ ഞാൻ ഒരു അധ്യാപികയാണ്. ഇപ്പോൾ എന്താ ഞാൻ കുട്ടികളോട് പറയാ? പിന്നെ പഠിച്ച് ജോലി വാങ്ങണം, ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. 1ാം റാങ്ക് വകയെ എനിക്ക് പോലും ജോലി തരാനില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇവരേക്ക് പ്രോത്സാഹിപ്പിക്കുക? നമ്മളെ സമയം അതിനൊന്നൊരു വാല്യൂ ഇല്ല. ഒരുപാട് കഷ്ടപ്പെട്ട് എനിക്കറിയാം. എന്റെ പഠനകാലം എന്ന് പറയുന്നത് ഞാനിപ്പോ 2012 വരെ നിരന്തരം പഠിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കല്യാണത്തിന് ശേഷം ഈ B.Ed കഴിഞ്ഞു. പക്ഷെ അതുവരെ ഞാൻ പഠിച്ചതും ഇതൊക്കെ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തു വേറെ മറ്റു പല ജോലികളും നമ്മൾ ചെയ്തിട്ടാണ് പഠനകാലം നമ്മൾ പൂർത്തിയാക്കിയത്. ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. പണമില്ലാത്തതിന്റെ പേരിലാണ് നമ്മൾ ഒരു ഹാർഡ് സബ്ജക്ട് എടുത്ത് പഠിച്ചു വന്നത്. അപ്പൊ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് നമ്മളെ വീട്ടുകാർ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരു ബിലോ പോവർട്ടിയിൽ പെട്ട ഒരു കുടുംബത്തിൽ പെട്ട കുട്ടിയാണ് ഞാൻ. അന്ന് പഠിച്ചു വന്നത് അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടം തോന്നുന്നു. സാർ, എന്തിനാണ് ഈ രീതിയിൽ നമ്മൾ തഴയപ്പെടുന്നത്? ഒരു പരിഹാരം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം വിഷമകരമാണിത്, കേട്ടിരിക്കാൻ പോലും കഴിയുന്നില്ല. അതുപോലെയാണ് മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ദിവസങ്ങളോളം സമരം ചെയ്ത ഒരു റാങ്ക് ഹോൾഡേഴ്സ്. വനിതാ പോലീസ് തസ്തികയിലേക്ക് റാങ്ക് ലിസ്റ്റിൽ പേര് വന്ന ഉദ്യോഗാർത്ഥികൾ. അവർ സമരം ചെയ്ത് അവര് നടു റോഡിൽ വെയിൽ കൊണ്ട്
റോഡിൽ കിടന്നുരുളുക വരെ ചെയ്തു. അവർ കാത്തിരുന്ന് സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും കെഞ്ചി അവസാനം അവർ ദുഃഖത്തോടുകൂടി ആ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആകുന്ന ദിവസം സങ്കടത്തോടുകൂടി അവിടെ നിന്ന് പിരിയുന്ന ഒരു രംഗം. ഇതൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരിന് എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അവരന്ന് ആ പിരിഞ്ഞു പോകുന്നതിന് മുമ്പുള്ള ആ ഒരു രംഗം അത് സഹിക്കാനാവുന്ന ഒരു രംഗമല്ല. നമ്മള് പോവാ, ഇനി ഇവിടെ നമ്മൾ കാണത്തില്ല, പോവാ. എന്തായാലും നല്ല അർഹതയുള്ള മുഖ്യമന്ത്രിയല്ലേ, നമ്മളെല്ലാരും പോവാ, വീട്ടിൽ പോവാ. മുഖ്യമന്ത്രി സാറേ നമ്മള് പോവാ, ഇനി ഇവിടെ നമ്മൾ കാണത്തില്ല, പോവാ. എല്ലാരും കിട്ടുന്ന ഒരുപാട് പ്രതീക്ഷയായിരുന്നു, അങ്ങനെയാണ് വന്നത്. എന്തായാലും നല്ല അർഹതയുള്ള മുഖ്യമന്ത്രിയല്ലേ, ഭരിക്കട്ടെ, കാണാം. സാറിന് നല്ല അർഹതയുണ്ടല്ലോ. ഇനി എന്ത് പ്രതീക്ഷ ഉള്ള ഒരു പ്രതീക്ഷയായിരുന്നത്, അത് ഇന്നിവിടെ ഞങ്ങൾ ചാരത്തിൽ മൂടി വെച്ചേക്കുവാ. ഇനി ഇങ്ങനൊരു പ്രതീക്ഷയില്ല നമുക്ക്. PSCയുടെ പ്രായപരിധി ഉയർത്തിയത് കഴിഞ്ഞ ദിവസം ഗവൺമെന്റ് പ്രഖ്യാപിച്ചപ്പോൾ അതിനുശേഷം പലരും അതിനെ ശ്ലാഘിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടു. സത്യത്തിൽ ഈ തരത്തിൽ ഉദ്യോഗാർത്ഥികൾ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകൾ, വലിയ പ്രശ്നങ്ങൾ, വലിയ പ്രതിസന്ധികൾ, അതേക്കുറിച്ചൊന്നും ആർക്കും ഒന്നും പറയാൻ കഴിഞ്ഞില്ല. ആരും ഒന്നും പറയുന്നതായിട്ട് കണ്ടതുമില്ല. സത്യത്തിൽ അവിടെയല്ലേ നമ്മളുടെ ശ്രദ്ധ പോവേണ്ടത്. PSCയുടെ പ്രായപരിധി ഉയർത്തിയത് നല്ല കാര്യം തന്നെ. അതോടൊപ്പം തന്നെ ഇത്തരം വിഷമങ്ങൾ അതിലൂടെ നമ്മുടെ ഉദ്യോഗാർത്ഥികൾക്ക് അർഹമായ ജോലി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൂടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിനെ വിലയിരുത്തണം. അതിന് നമ്മുടേതായ ഒരു നിലപാടുണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.